തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് തെളിയിക്കാനും ബാധ്യതയുണ്ടെന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ഇരട്ട വോട്ടുകൾ ഒഴിവാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാറുണ്ടെന്നും മീണ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ് ടിക്കാറാം മീണയുടെ ജനം ടിവിയോടുള്ള ഈ തുറന്നുപറച്ചിൽ. അപ്പോ ഇത് നീക്കം ചെയ്യാനും ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള സമ്മറി റിവിഷൻ നടക്കുമ്പോൾ എല്ലാ വർഷത്തിൽ 2 പ്രാവശ്യം സമ്മറി റിവിഷൻ നടത്താറുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. ഇന്റൻസീവ് സമ്മറി റിവിഷൻ ISR എന്ന് പറയാം. ഈ പ്രക്രിയ 2 പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കാൻ ചെയ്യാറുണ്ട്. അപ്പോ 6 മാസത്തിനുള്ളില് ഇങ്ങനെ 3 സാധ്യതകൾ ഉണ്ട്. ചില ആൾക്കാരെ മരിച്ചു പോകും, ചില ആൾക്കാരെ സ്ഥലം മാറിപ്പോകും. അപ്പൊ നിങ്ങളുടെ ഒരു വീട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് കാണും നിങ്ങളുടെ പേര് ആ വോട്ടർ പട്ടികയിൽ. നാളെ എറണാകുളത്തേക്ക് പോയാൽ അവിടെയും നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ആ പട്ടികയിൽ ചിലപ്പോൾ ഉൾപ്പെടുത്തും. അപ്പോ ഇത് 2 സ്ഥലത്തായില്ലേ, ഇരട്ട വോട്ടായില്ലേ നിങ്ങൾക്ക്. അപ്പോ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള ഈ കേസുകൾ കണ്ടുപിടിക്കുമ്പോൾ ഈ സമ്മറി റിവിഷനിലെ അവരെ ഒഴിവാക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇത്ര സംഖ്യയില് എങ്ങനെ ആണ് ഇത്, അത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയറില് അത് IT എക്സ്പേർട്സ് ആണത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോ ഇതേ വഴിയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ബിക്കോസ് പൊളിറ്റിക്കൽ പാർട്ടി അവർക്ക് ഈ വോട്ടർ പട്ടികയിലെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഈ ഇലക്ഷനിലെ പങ്കാളിയാക്കേണ്ട കാര്യമില്ല. അല്ല, അത് മാത്രമല്ല, ആ സമയത്ത് തീരുമാനിച്ചാൽ പോലെ ആ സമയത്ത് തന്നെ തീരുമാനിക്കണ്ടേ? കാര്യം ഈ പറയുന്ന സാർ നേരത്തെ പറഞ്ഞോണം ഈ ഒരു പട്ടിക എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ തീരുമാനിക്കേണ്ടത്. അതെ, അത് ഒരു അവസരമാണ് അവർക്ക്. ആ സമയത്ത് തന്നെ ഇവർ ജാഗ്രത കാണിച്ചാൽ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ അറിയില്ല.